സ്വാഗതം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഗസയിൽ വെടിനിർത്തലിന് അംഗീകാരം നൽകിയ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ്. ഭിന്നതയെ തുടർന്ന് മന്ത്രിസഭ നിർത്തിവച്ചത് പലതവണ. വെടിനിർത്തൽ പ്രാബല്യത്തിലായത് അമേരിക്കൻ സമ്മർദ്ദത്തിന് പിന്നാലെ. കരാറിൽ ഒപ്പിടുന്നതിന് സാക്ഷിയാകാൻ ട്രംപ് ഈജിപ്തിലേക്ക് ബന്ദി കൈമാറ്റം തിങ്കളാഴ്ചയെന്ന് സൂചന. അവസാന മണിക്കൂറിലും ആക്രമണം തുടർന്ന ഇസ്രായേൽ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പ്രഖ്യാപനം ഇന്ന്. അവകാശവാദം ഉന്നയിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തവണ ലഭിച്ചത് 338 നാമനിർദ്ദേശങ്ങൾ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ടെസ്ല മേധാവി ഇലോൺ മസ്കും പട്ടികയിലുണ്ടെന്ന റിപ്പോർട്ടുകൾ. യുക്രൈനിലെ റഷ്യൻ നിയന്ത്രിത സപ്പോറീജിയ ആണവോർജ്ജ നിലയത്തിലേക്ക് ബാഹ്യവൈദ്യുതി പുനഃസ്ഥാപിക്കും. നടപടികൾ ആരംഭിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി. റഷ്യ യുക്രൈൻ അധികാരികളുമായി ചർച്ച നടത്തിയതും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ. ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ടുകൾ. പുതിയ പ്രധാനമന്ത്രിയെ 48 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രതിസന്ധിക്ക് കാരണം സെബാസ്റ്റ്യൻ ലെക്കോറിന് കൂടി രാജിവെച്ചതോടെ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ സ്ഫോടന ശബ്ദം കേട്ടെന്ന് താലിബാൻ ഭരണകൂടവും നാട്ടുകാരും. ഭരണകൂട വക്താവായ സബീഹുള്ള മുജാഹിദ് സ്ഫോടന ശബ്ദം കേട്ടതായും അന്വേഷണം നടക്കുകയാണെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോർത്ത് കൊറിയ ഓരോ ദിവസവും കൂടുതൽ ശക്തമാകുകയാണെന്ന് കിം ജോങ് ഉൻ. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ സ്ഥാപക ദിനം പ്രമാണിച്ച് വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പരാമർശം. പാർട്ടിക്ക് 80 വർഷത്തെ ചരിത്രത്തിൽ ഒരൊറ്റ പിഴവോ തെറ്റോ സംഭവിച്ചിട്ടില്ല എന്നും അവകാശവാദം. നാറ്റോ സഖ്യം സ്പെയിനിനെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് പരിഗണിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യമായ സ്പെയിനിന്റെ സൈനിക ചെലവ് കുറവായതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പ്രതികരണം. റഷ്യയിലേക്ക് നാട് കടത്തുകയോ റഷ്യൻ അധിനിവേശ യുക്രൈൻ പ്രദേശങ്ങളിൽ കുടുങ്ങിയ കുട്ടികളെ സുരക്ഷിത മേഖലകളിലേക്ക് എത്തിക്കാൻ ശ്രമം. യുക്രൈനിലെ കീവിൽ 23 കുട്ടികളെ എത്തിച്ചു. ബ്രിങ് കിഡ്സ് ബാക്ക് UA എന്ന പേരിലാണ് രക്ഷാപ്രവർത്തനം. ഇന്ത്യ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. 2028ഓടെ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും. ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ UK ആഗ്രഹിക്കുന്നതായും കീർ സ്റ്റാർമർ. ഗസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ട പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത കുവൈത്ത്. മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കും. ഖത്തർ, ഈജിപ്ത്, സൗദി അറേബ്യ, US, തുർക്കി രാജ്യങ്ങൾക്ക് പ്രശംസ. സൗദി അറേബ്യയുമായുള്ള റെയിൽവേ ലിങ്ക് കരാറിന്റെ കരട് രൂപത്തിന് അംഗീകാരം നൽകി ഖത്തർ. തീരുമാനം ഖത്തർ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. പദ്ധതി ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ യാത്രാ ചരക്ക് നീക്കം സുഗമമാക്കാൻ. പ്രവാസികളുടെ വാടക വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശം പുറത്തിറക്കി കുവൈത്ത്. രേഖകളുടെ കൃത്യത മെച്ചപ്പെടുത്താനും ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നടപടി. തീരുമാനം കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഡേറ്റ.